ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല മാതൃകയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോതമംഗലം രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ ബഹുമാനപ്പെട്ട ജോർജ് പൊട്ടക്കലച്ചനാണ്. അച്ഛാ, നല്ല മാതൃകയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് നമ്മുടെ എപ്പാർക്കിൽ അസംബ്ലി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ വലിയ കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതി ഏറെ ശ്രദ്ധ ആകർഷിച്ച ഒരു പുതിയ പരിപാടിയാണ്. അതെങ്ങനെയാണ് അച്ഛൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ആ പരിപാടി? ബിഗ് ഫാമിലീസ് എന്ന് പറയുമ്പോൾ 4 കുട്ടികളിൽ കൂടുതലുള്ള ഭവനങ്ങളെയാണ് ബിഗ് ഫാമിലി എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെയുള്ള ഭവനങ്ങൾ കണ്ടെത്തി അവർക്ക് എല്ലാ മാസവും 2500 രൂപ വെച്ച് ഒരു സഹായധനം നൽകുന്ന ഒരു പദ്ധതി കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ചു. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആളുകളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ നമ്മുടെ രൂപതാംഗങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്, അവരെങ്ങനെ നമ്മൾ കണ്ടെത്തി എന്നുള്ളൊരു കോതമംഗലം രൂപതയിലെ വിവിധ ഇടവുകളിൽ അറിയിച്ച് അവിടെ നിന്നുള്ള ബിഗ് ഫാമിലീസിനെ കണ്ടെത്തിയിട്ട് അവിടെ ഒരു സമ്മേളനം രൂപതയുടെ പാസ്റ്റർ സെൻ്ററായ നെസ്റ്റിൽ വിളിച്ചു കൂട്ടി. ഇവരെല്ലാം ഒരുമിച്ച് കൂടി ഏതാണ്ട് 153 കുടുംബങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അതിൽ പങ്കെടുത്തു. ഏതാണ്ട് 1000-ഓളം വരുന്ന അംഗങ്ങളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഗുണഭോക്താക്കളായ ആളുകളെ കണ്ടെത്തി. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരല്ലാത്തവരും ഉണ്ടാവുമല്ലോ. എല്ലാ തരത്തിലുമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരിൽ നിന്നും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സഹായം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹനം ആവശ്യമായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തിയിട്ട് വികാരിച്ചന്മാർ വഴി കോൺടാക്റ്റ് ചെയ്ത് അവരെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് അവർ കണ്ടെത്താൻ. എത്ര കുടുംബങ്ങളുണ്ട് അങ്ങനെ നമ്മൾ സഹായം കൊടുക്കുന്ന കുടുംബങ്ങൾ? നമ്മൾ കോതമംഗലം രൂപതയും അതുപോലെ തന്നെ കോതമംഗലം രൂപതയിലുള്ള വിവിധ സന്യാസ ഭവനങ്ങളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. 2 സന്യാസ ഭവനങ്ങളും രൂപതയും ചേർന്ന് 136 കുടുംബങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ സഹായധനം നൽകുന്നുണ്ട്. 136 കുടുംബങ്ങൾക്ക് നമ്മൾ മാസം 2500 രൂപ വെച്ച്. അത് ഒരു താരതമ്യേന നല്ലൊരു തുക വരും അല്ലേ? കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് വലുതല്ല, പക്ഷെ എന്നാലും വലിയൊരു സഹായമാണ് അവരെ കൊടുക്കുന്നവരെ സംബന്ധിച്ച് ഒരു വലിയ എമൗണ്ട് വരും അല്ലേ? അതെങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? ഒരു നല്ല എമൗണ്ട് വരുമല്ലോ തീർച്ചയായിട്ടും. എങ്ങനെയാണ്? പ്രോ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആളുകൾക്ക് ഒത്തിരിയേറെ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളെ നമ്മൾ കോൺടാക്റ്റ് ചെയ്തു. അവരാ പറ്റുന്ന വരുന്ന സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സഹായത്തിലാണ് പ്രധാനമായിട്ടും. അതോടൊപ്പം തന്നെ രൂപതാ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഫണ്ടിങ്ങും അതിനെ സംബന്ധിച്ചുള്ളവരുണ്ട്. ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു പുതിയ ഒരു സന്ദേശമാണ്. അതായത് ഇങ്ങനെയൊരു വലിയ കുടുംബങ്ങളെ നമ്മൾ സഹായിക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ ഈ ഉദ്യമത്തിലേക്ക് വരുന്നു, അതിന് സഹായിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് നമുക്കൊരു പുതിയ അറിവാണ്. അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ പരിശ്രമിക്കാൻ താല്പര്യമുണ്ട് എന്ന് ഉള്ള ഒരു നല്ല സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് നല്ല അടയാളമാണ്. അതുപോലെ തന്നെ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഏതാനും പേര് എന്നെ വിളിച്ചു. ഈ ബിഗ് ഫാമിലീസിൽപ്പെട്ട ആളുകൾ സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ ആയിരിക്കുന്നവർക്ക് ഒരു കിറ്റ് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വലിയൊരു പ്രോത്സാഹനം ഇങ്ങനെയുള്ള ആളുകളോടുണ്ട്. ഇപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ആളുകളിൽ അത് സ്വീകാര്യമായിട്ട് വരുന്നുണ്ട്. ബിഗ് ഫാമിലി എന്നുള്ള കൺസെപ്റ്റ് തന്നെയും എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തൊരു ഇനിഷ്യേറ്റീവ് നല്ല മാതൃക തന്നെയാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു വെച്ചാൽ നമുക്ക് അതുപോലെ തന്നെ ഒരു വലിയൊരു കാര്യമാണ് വീടുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം പേരുണ്ട്. നമ്മളിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു അച്ഛൻ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഇങ്ങനെയുള്ള കുടുംബങ്ങളെ ഉണ്ട് അല്ലേ? ധാരാളം വീടുകളില്ലാത്ത കുടുംബങ്ങൾ, പ്രത്യേകിച്ച് നല്ലൊരു ശതമാനം ആളുകൾക്കും സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ വീടുകൾ നിർമ്മിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് 2 രീതിയിലുള്ളൊരു ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ലാൻഡ് ബാങ്ക് എന്നൊരു പ്രോഗ്രാം എപ്പാർക്കിൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി. അപ്പോൾ സ്ഥലം ആളുകൾക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ള ഒരു താല്പര്യം ചില ഭാഗത്തുനിന്നുണ്ടായി. കോൺഗ്രിഗേഷൻസും ഇടവകകളും ഒക്കെ അങ്ങനെ നൽകാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. ലാൻഡ് ബാങ്ക് എന്ന് പറയുന്നത് അതായത് സ്ഥലമില്ലാത്ത ആളുകൾക്ക്, വീട് വയ്ക്കാനായിട്ട് സ്ഥലമില്ലാത്ത ആളുകൾ, അവർക്ക് കൊടുക്കാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ 3 സെൻറ്റ് 5 സെൻറ്റ് വീതം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ലാൻഡ് ബാങ്കിലേക്ക് സ്വീകരിക്കുന്നു. എന്നിട്ട് അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുകയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മാർ മാത്യു പോത്തനാവഴി ഹൗസിംഗ് സ്കീം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അധ്യക്ഷൻ്റെ പേരിൽ. അപ്പോൾ അത് ചെയ്യുന്നത് ഇപ്രകാരമാണ്: ഓരോ ഇടവകളോ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻസോ അല്ലെങ്കിൽ മറ്റാളുകളോ ഏറ്റെടുത്ത് നടത്തുന്ന സാധുക്കളാണ്, അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവരേറ്റെടുത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ 1,00,000 രൂപ
എല്ലാ കുടുംബങ്ങൾക്കും നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന ആ സേവനത്തിന് ഒരു പ്രോത്സാഹനവും അതുപോലെ സഹായവുമാണ്. എനിക്ക് തോന്നുന്നു വെച്ചാൽ അതുപോലെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ വിതരണം ചെയ്യുന്ന കാര്യം. കാരണം എന്തെങ്കിലും ഒരു അപകടം പറ്റിയ ആൾക്ക് ഒരു വീൽ ചെയർ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആ തരത്തിലുള്ളൊരു മെഡിക്കൽ ഉപകരണം വേണ്ടി വരുന്നു. പക്ഷേ അത് ഒരു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്ന ചോദ്യം വരിക, അവിടെയാണെങ്കിലും ഒരു പ്രസക്തി വരിക. അത് ഏത് രീതിയിൽ പോകുന്നു വെച്ചാൽ അത് വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. ധാരാളം ആളുകൾ വീടുകളിൽ ഇപ്പോൾ രോഗികളായിട്ട് കഴിയുന്ന അവസ്ഥയുണ്ട്. അവർക്ക് വീൽ ചെയർ വേണം, മെഡിക്കൽ ബെഡ് വേണം, ഓക്സിജൻ കോൺസെൻട്രേറ്റ് വേണം. അങ്ങനെ അത്യാവശ്യമായിട്ട് വീടുകളിൽ കഴിയാവുന്ന അവസ്ഥയിലുള്ള രോഗികളുണ്ട്. ആശുപത്രിയുടെ ഹെൽപ്പ് കൂടാതെ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ ഉപകരണങ്ങൾ വാങ്ങി നൽകുന്നു. ഉപയോഗിച്ചതിന് ശേഷം അവർ തിരികെ തരുന്നു. അതുപോലെ ധാരാളം ആളുകൾ വീടുകളിലേക്ക് അവരുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഇതിലേക്ക് സംഭാവന ചെയ്യണം. അതുകൊണ്ടാണ് ഇതൊരു ബാങ്ക്, മെഡിക്കൽ ബാങ്ക് എന്നുള്ള രീതിയിൽ അതെ, അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സൗജന്യമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പുതിയ പദ്ധതികൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ വെച്ചാൽ ഇനി വരുന്ന കാലത്തേക്ക് നമ്മുടെ ഏതെങ്കിലും പുതിയ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ധാരാളമായിട്ട് അവശത അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഒന്നാമതായിട്ട് സ്ഥിരം കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. സ്ഥിരമായിട്ട് ക്യാൻസർ രോഗമായിട്ട് ഇങ്ങനെ ചികിത്സയുമായിട്ട് പോകുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം ആളുകൾ ഈ ഡയാലിസിസിന് വിധേയമായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു സഹായമായിട്ട് അതുപോലെ സോഷ്യൽ സർവീസ് സൊസൈറ്റി മാറണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ വാഴക്കുളത്ത് ഇടവകയുടെ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒരു സംവിധാനം ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത് വിപുലപ്പെടുത്താനായിട്ടുള്ള സഹായം, അത് വാഴക്കുളത്തുള്ള വ്യാപാരി വ്യവസായികളുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അത് ആരംഭിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരുമ്പോൾ കോതല സോഷ്യൽ സർവീസ് സൊസൈറ്റി അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നല്ല മാതൃകയുടെ എപ്പിസോഡ് വലിയ ഒരു കാരുണ്യത്തിൻ്റെ സന്ദേശം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കോതമംഗലം രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി വലിയ ചരിത്ര പ്രാധാന്യമേറിയ സംഭവങ്ങൾക്ക് രൂപതയുടെ, പ്രത്യേകിച്ച് ഇടുക്കി പ്രദേശം ഉണ്ടായിരുന്ന കാലം മുതൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക ക്ഷേമ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോർജ് പൊട്ടക്കിളച്ചാണ് നമ്മൾ സംസാരിച്ചത്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഓരോ കാലഘട്ടത്തിന് ആവശ്യമുള്ള സാമൂഹ്യക്ഷേമ പ്രസ്ഥാനങ്ങളെ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പദ്ധതികളെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വിഭാവനം ചെയ്ത് നടപ്പിൽ വരുത്താൻ അച്ഛൻ കൊടുക്കുന്ന നല്ല നേതൃത്വത്തിന്, അച്ഛനോട് സഹകരിക്കുന്നവർക്ക്, ഈ ഉദ്യമങ്ങൾക്ക് പല വിധത്തിൽ പണമായിട്ടും സഹായമായിട്ടും മറ്റു തരത്തിലൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം. ഇത്തരം നല്ല മാതൃകകളാണ് സഭയുടെ കാരുണ്യത്തിൻ്റെ മുഖമായി എന്നും വിളങ്ങി പ്രശോഭിച്ചു നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട പൊട്ടക്കിളച്ച അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മയും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മാതൃകയിൽ പരിസരം ചെലവഴിച്ചതിന് നന്ദി. കാർലോ TV ഈ കാര്യം ഇവിടെ വരികയും ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തതിൽ നല്ല സന്തോഷം. രൂപതയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഈ TV-യിലൂടെ അനേകങ്ങൾക്ക് പ്രചോദനമായിട്ട് തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വരുന്ന ക്രിസ്മസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. നന്ദി. നല്ല മാതൃകയുടെ പുതിയൊരു എപ്പിസോഡിലുമായി നമുക്ക് വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.